കീഴ്ക്കോടതി വിധിച്ചത് 3 വർഷം തടവ്. കൊലപാതക കുറ്റം പ്രോസിക്യൂഷന് അന്ന് തെളിയിക്കാനാകാതെ പോയി. ഇന്ന് ഹൈക്കോടതിയിൽ പിതൃസഹോദരന്റെ അപ്പീൽ പരിഗണിച്ചു. അതിഥി എസ് നമ്പൂതിരി എന്ന 6 വയസ്സുകാരിക്ക് മരണത്തിന് 12ാം ആണ്ട് നീതി കിട്ടി. അതിഥി കൊലക്കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, രണ്ടാനമ്മ റംല ബീഗം എന്ന ദേവിക അന്തർജനം എന്നിവർക്കാണ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചത്. 2013 പട്ടിണിക്കിട്ട് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്. 2013 ഏപ്രിൽ 29 കോഴിക്കോട് ബിലാത്തിക്കുളത്ത് 7 വയസ്സുകാരിയായ അതിഥി എസ് നമ്പൂതിരി കൊല്ലപ്പെട്ടു. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും രണ്ടാനമ്മ റംല ബീഗം എന്ന ദേവിക അന്തർജനവും ചേർന്നാണ് കൊലപ്പെടുത്തിയത്. 1ാം പ്രതിയായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് 3 വർഷം തടവും റംല ബീഗത്തിന് 2 വർഷം തടവും ശിക്ഷയാണ് കീഴ്ക്കോടതി വിധിച്ചിരുന്നത്. ഇത്രയും ക്രൂരത ചെയ്ത പട്ടിണിക്കിട്ട് കൊന്നവർക്ക് ഇത്രയും ശിക്ഷ മതിയോ എന്ന് പലകുറി ആ നാട്ടുകാരൊക്കെ ചോദിച്ചതാണ്. ഒടുവിൽ ഹൈക്കോടതി ശിക്ഷ വിധിച്ചു. 2 പേർക്കും ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. ഞാനും ഒരമ്മയാണ്. സ്വന്തം അമ്മ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ ഒരു രണ്ടാനമ്മ വരുമ്പം ഒരു കുട്ടിയോട് കാണിക്കുന്ന ക്രൂരത, ഒപ്പം ആ കുട്ടിയുടെ സ്വന്തം പിതാവും അതിന് കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നാട് എവിടേക്കാ പോണേന്നുള്ളത് മനസ്സിലാവണില്ല. സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ആദ്യ ഭാര്യ റോഡപകടത്തിൽ മരിച്ചതാണ്. അതിൽ തന്നെ ദുരൂഹതകൾ പറയുന്നുമുണ്ട്. അതിനുശേഷമാണ് ദേവിക അന്തർജനം എന്ന റംല ബീഗത്തെ വിവാഹം കഴിച്ചത്. ഇരുവരും ചേർന്ന് കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നുണ്ടായിരുന്നു. തിളപ്പിച്ച വെള്ളം സ്വകാര്യ ഭാഗത്തൊഴിച്ച് പൊള്ളിപ്പിച്ചു. ഒരുപാട് കാലം പട്ടിണിക്കിട്ടു. 10 വയസ്സുള്ള സഹോദരൻ അരുണിനും സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏപ്രിൽ 29 കുട്ടി മരണപ്പെട്ടു. ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് കുട്ടിയുടെ വയറ്റിൽ നിന്ന് പച്ചമാങ്ങയാണ് കിട്ടിയത്. ആ പച്ചമാങ്ങയും വെള്ളവുമാണ് കുട്ടി കുടിച്ചിരുന്നത്. 2-3 ദിവസങ്ങളായിട്ട് പട്ടിണിക്കിട്ടിട്ട് തന്നെയാണ് കൊന്നിരിക്കുന്നത്. അടിച്ചിട്ടും പട്ടികയെടുത്തെല്ലാം അടിച്ചിട്ടാണ് കൊന്നിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്കൂളിന് അധ്യാപകരെ കുട്ടി അറിയിച്ചിരുന്നു ഇങ്ങനെ മർദ്ദനമുള്ളത്. സ്കൂളിൻ്റെ ഭാഗത്ത് വന്ന് ചോദിച്ചെങ്കിലും അതൊന്നും ഒരു തെളിവാക്കാൻ സാധിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ആ കുട്ടി അന്ന് രാത്രി മരണപ്പെടാനുള്ള സാധ്യത. കുട്ടി മരണപ്പെട്ടതോടെ ആദ്യം കൊണ്ടുപോകുന്നത് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. അവിടെ നിന്ന് പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ക്രൂരതയുടെ ആഴവും വ്യാപ്തിയും മനസ്സിലാകുന്നത്. കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നത് 19 മുറിവുകളാണ്. അതുമാത്രവുമല്ല, സ്വകാര്യ ഭാഗത്ത് പൊള്ളിച്ചതായിട്ടുള്ള പാടുകളും ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് ആ നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞതാണ്. കേസ് കോടതിയിലെത്തി. എന്നാൽ കോടതിക്ക് മുൻപിൽ പ്രോസിക്യൂഷന് അത് കൊലക്കുറ്റമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. പിന്നാലെയാണ് കോടതി ചെറിയ ശിക്ഷ വിധിച്ച് അവരെ വെറുതെ വിട്ടത്. എന്നാൽ വീണ്ടും നിയമ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയി അപ്പീൽ നൽകി. 10 വയസ്സുകാരനായ അരുണിന്റെ മൊഴി അവിടെ നിർണായകമാവുകയും ചെയ്തു. ഹൈക്കോടതിയിൽ തനിക്കും സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും തന്റെ അനിയത്തിയെ അതിക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നും സാക്ഷിമൊഴി നൽകുകയും ചെയ്തു. പിന്നീടാണ് ഹൈക്കോടതി പറഞ്ഞത് കീഴ്ക്കോടതിയുടെ അതേ വിധിയിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ അത് നീതീകരിക്കാനാവാത്തതാണ്, അത് നീതിയോട് ചെയ്യുന്ന തെറ്റായി മാറുമെന്ന് കോടതി പറയുകയും ചെയ്തു. ഒടുവിലാണ് ജീവപര്യന്തം തടവ് ഇരുവർക്കും വിധിച്ചത്. ജീവപര്യന്തം പോരാ. ശരിക്കും അവർ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെയുള്ളൊരു ശിക്ഷയാണ് ശരിക്കും വേണ്ടിയിരുന്നത്. അതാണ് ഇവിടെ പൊതുവെ ജനങ്ങളുടെ ഒരു അഭിപ്രായം. അതാണ് ഇവരെ എന്തിനു വിട്ടു എന്നുള്ളതാ ജയിലിൽ. ഇത്രയും ക്രൂരമായിട്ട് ഒരു നമ്പൂതിരിയായി അമ്പലത്തിലെ വിട്ടു. രണ്ടാമത് ഉള്ളിൽ ആക്കിയത് അവരെ ഒരിക്കലും വിടരുത് പുറത്തേക്ക്. ഇയാളെ ഭാര്യ കൺവേർട്ട് ചെയ്ത മുസ്ലിം ഈ വിഗ്രഹങ്ങൾ കക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഏതൊക്കെയോ അമ്പലങ്ങളിലൊക്കെ പോയി വിഗ്രഹം കട്ടിട്ടുണ്ട്. പിന്നെ ഈ സ്ത്രീ വന്ന് കുറെ കല്യാണമൊക്കെ കഴിച്ച സ്ത്രീ എന്നാണ് കേട്ടത്. എന്നിട്ട് ഇവിടെ ഇല്ല നമ്പൂതിരി, അതാണ് അമ്പലം. നമ്പൂതിരിനെ കല്യാണം കഴിച്ചു. അയാൾ ഈ സ്ത്രീയിൽ അടിമപ്പെട്ടു പോയി. അതാ സത്യത്തിൽ. അതോടൊപ്പം ഈ പ്രതികൾക്ക് 2 ലക്ഷം രൂപ പിഴ കൂടി ഹൈക്കോടതി ചുമത്തിയിരിക്കുകയാണ്.
ഇന്നലെയാണ് ഹൈക്കോടതി ഈ കേസിലെ പ്രതികൾ കൊലക്കുറ്റത്തിന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. പിന്നീട് ഇവരെ കണ്ടെത്താൻ നടക്കാവ് പോലീസിനോട് ആവശ്യപ്പെട്ടു. ഈ പ്രതികൾ സത്യത്തിൽ ഏതാണ്ട് ഒളിവിൽ പോകാനുള്ള ഒരു ശ്രമമായിരുന്നു. അതിനിടയിൽ സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും റംല ബീഗത്തെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. ഇവർക്കുള്ള ശിക്ഷാ പ്രഖ്യാപനത്തിന് ശേഷം ആ പ്രതികളെ വൈകിട്ടോടുകൂടി ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും. ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ സംഭവമാണ്. ഒടുവിൽ കേരളം ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുത്തു. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.